നമസ്കാരം. കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പഴം പ്രഥമനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശർക്കര 1/2 കിലോ ഉരുക്കി അരിച്ചു വെച്ചത്, ഒരു തേങ്ങയുടെ 2/2 പാൽ 1 കപ്പ്, നന്നായി പഴുത്ത പഴം ചെറുതായി മുറിച്ചത്, നെയ്യ് ആവശ്യത്തിന്, ഏലക്ക പൊടിച്ചത് ആവശ്യത്തിന്, നാളികേരക്കൊത്ത് 3 സ്പൂൺ, 1/4 പാൽ 1/2 കപ്പ്. ഇനി ഇത് പാചകം ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേന്ത്രപ്പഴം ചെറുതായി മുറിച്ചത്, ഇതിൽ ഞാൻ നേന്ത്രപ്പഴത്തിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞതാണ്. ഇതേപോലെ കളഞ്ഞ് ചെറുതാക്കി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നുറുക്കിയെടുക്കാൻ. ഇത് നല്ല പഴുത്ത പഴം വേണം, എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഉടഞ്ഞു കിട്ടുള്ളൂ. ഇത് നാടൻ പഴമാണ്, പ്രത്യേകിച്ച് അതാകുമ്പോൾ ഇത്തിരി കൂടിയും ടേസ്റ്റും കൂടും. അതിൽ നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് അടച്ച് 3 വിസിൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ 3 വിസിലിന് വെന്തില്ലെങ്കിൽ കൂടുതലാവാം. ഞാൻ 3 വിസിലാണ് ആക്കണത്. അതിന് ശേഷം തുറന്ന് നോക്കാം. 3 വിസിലായി, നമുക്കിത് തുറന്ന് നോക്കാം. പഴം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിനിത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഉടച്ചു കൊടുക്കാം. ഇത് നാടൻ പഴമായതുകൊണ്ട്, അതുപോലെ നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ടാണ് ഇതിങ്ങനെ നന്നായി വെന്തിരിക്കുന്നത്. പിന്നെ ഓരോ കുക്കറിൻ്റെ ഇതിനനുസരിച്ചിരിക്കും. നിങ്ങൾക്കിത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അത് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇത് നന്നായി വെന്തതുകൊണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ കയ്യിലുകൊണ്ട് ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇത്തിരി നെയ്യ് ആഡ് ചെയ്യണം. നെയ്യിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം മാത്രമാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കണം. ഈ നെയ്യിട്ടിട്ട് ഇളക്കണയിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതായത് അടിയിലൊന്നും പിടിക്കാതെ നമ്മൾ ചക്കയൊക്കെ വരട്ടിയെടുക്കുന്ന ഒരു അതിൽ വേണം നമുക്കിത് ചെയ്തെടുക്കാൻ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ പഴം എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. പഴം നെയ്യിലൊക്കെ കിടന്ന് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കര നമുക്ക് 2-3 വട്ടമായിട്ട് കുറേശ്ശെ ഒഴിച്ച് മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര നീരിൽ കിടന്നിട്ട് പഴം നന്നായിട്ടൊന്ന് വെന്ത് വറ്റണം. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പഴം കുട്ടികൾക്കും അതെ മുതിർന്നവർക്കും അതെ ഒരുപോലെ ഗുണപ്രദമാണ്. ഈ പഴത്തിൻ്റെ ഗുണങ്ങൾ ചാനലിൻ്റെ ഹെൽത്ത് ടിപ്സിൽ പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവം വേണം. ഇനി നമുക്കിതിലേക്ക് 2/2 പാല് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് കുറേശ്ശെ ഒഴിച്ച് നന്നായി ഇളക്കിയാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. പായസം ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കായാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/4 പാൽ ഒഴിക്കും. 1/4 പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒഴിച്ച വശം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായി ചൂടാവുന്ന സമയത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ച നാളികേരക്കൊത്തിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ബ്രൗൺ നിറമായ നാളികേരക്കൊത്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് 1 മിനിറ്റ് അടച്ചു വയ്ക്കാം. അതിനുശേഷം സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ വെറും 10 മിനിറ്റിനുള്ളിൽ കുക്കറിൽ തയ്യാറാക്കുന്ന ടേസ്റ്റിയും ഹെൽത്തിയുമായ പഴപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുമ്പോൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും സംശയങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.